നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലാ നിയമസഭാ മണ്ഡലം. ഫലമെന്തായാലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഇടമാണ് പാല. കേരള കോൺഗ്രസിന്റെ അധികായൻ കെ.എം. മാണിയോടൊപ്പമായിരുന്നു പാല അരനൂറ്റാണ്ടുകാലം നിലനിന്നത്. 52 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ 13 തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണിക്കായിരുന്നു ജയം. മാണി എന്ന പേര് പാല എന്ന പ്രദേശത്തോട് എന്നും ചേർന്നു നിന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ പാലായുടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റമില്ലാതെ തുടർന്നു. ഭൂരിപക്ഷം മാറിമറിഞ്ഞെങ്കിലും വിജയം മാണിക്കൊപ്പമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മാണി ജയിച്ചത്. 3 വട്ടം മാണി സി കാപ്പനായിരുന്നു എതിരാളി. UDF-ന് വേണ്ടി കെ.എം. മാണി നേടിയെടുത്ത വിജയങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെയും രാഷ്ട്രീയമായി അടയാളപ്പെടുത്തിയിരുന്നു. കെ.എം. മാണി അന്തരിച്ച ശേഷം നടന്ന 2019 ഉപതെരഞ്ഞെടുപ്പിൽ പാലയുടെ ചരിത്രം മാറിമറിയുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിക്കുകയും 2020 ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് എത്തുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥിയായി. പതിറ്റാണ്ടുകളോളം ഇടതുമുന്നണിക്കൊപ്പം നിന്ന മാണി സി കാപ്പനും അനുയായികളും UDF-ലെത്തി. നാടെങ്ങും LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തകർപ്പൻ വിജയവുമായി മാണി സി കാപ്പൻ നിയമസഭയിലെത്തുകയായിരുന്നു. വികസന ചർച്ചകളും സൈബർ ആക്രമണങ്ങളും ഒപ്പം വ്യക്തിഹത്യകളും ചേർന്ന് പാലയുടെ രാഷ്ട്രീയം കലുഷിതമാണ്. വികസനത്തിന് ജോസ് കെ മാണിയും കൂട്ടരും തടസ്സം നിൽക്കുകയാണെന്നും UDF ആരോപിച്ചിരുന്നു. ഇതിനെ ചൊല്ലി കഴിഞ്ഞ 5 വർഷമായി പാല നിരന്തരം സംഘർഷാവസ്ഥയിലാണ്. എന്നാൽ ഗ്രാമത്തിന്റെ വികസനത്തിന്റെ ക്രെഡിറ്റ് UDF-ന് തന്നെയായിരുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ പാലായിൽ BJP-യുടെ വേരോട്ടം 2016 നിന്ന് 2021 ആയപ്പോൾ കുറയുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,000-ൽ പരം വോട്ട് നേടിയ NDA-ക്ക് പിന്നീടത് നിലനിർത്താനായില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ടുകളാണ് നേടാനായത്. ഇടതുമുന്നണിക്ക് വേണ്ടി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇത്തവണയും രംഗത്തിറങ്ങും. കെ.എം. മാണി പതിറ്റാണ്ടുകളായി കൈവെള്ളയിൽ എന്ന പോലെ കാത്തുസൂക്ഷിച്ച തട്ടകമായ പാല ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഉപേക്ഷിക്കാനാവില്ല. പിടിച്ചെടുത്ത മണ്ഡലം കാപ്പന് വിട്ടുകൊടുക്കാനുമാകില്ല. NDA-യുടെ സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജാണ് രംഗത്തിറങ്ങുക. അതോടെ പാലായുടെ പോരാട്ടം കനത്തതായി മാറുകയാണ്. മുമ്പ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്ന പഞ്ചായത്തുകളിൽ PC ജോർജിനുള്ള സ്വാധീനവും ക്രൈസ്തവ വിഭാഗങ്ങളിൽ സമീപകാലത്ത് ലഭിച്ച അംഗീകാരവും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഷോൺ ജോർജ്. CPM-നെ പിന്തുണയ്ക്കുന്ന ജോസ് കെ മാണിക്ക് പാല പിടിക്കാനാകില്ലെന്ന് ഉറപ്പാണ്. CPM-ന് എല്ലാ മണ്ഡലത്തിലും നേരിടുന്ന തിരിച്ചടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിയാൽ ജോസ് കെ മാണിക്ക് ഗുണമുണ്ടായേക്കും. കാരണം സീറ്റ് വെച്ചുമാറുന്ന വേളയിൽ വിജയസാധ്യതയുള്ള ഏതെങ്കിലും സീറ്റിൽ ജോസ് കെ മാണിക്ക് അനുകൂല വോട്ടുകൾ വർദ്ധിച്ചേക്കും. കെ മാണിയെ മറക്കാത്ത കേരളത്തിന് കോൺഗ്രസിനോടുള്ള അടുപ്പം ജോസ് കെ മാണിക്ക് വോട്ടായി രേഖപ്പെടുത്താനുമാകും. കോട്ടയത്ത് പാലാ മുനിസിപ്പാലിറ്റി ഒഴികെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെടുന്ന ഭരണങ്ങാനം, കടനാട്, കരൂർ, കൊഴുവാനാൽ, മീനച്ചിൽ, മേലുകാവ്, മൂന്നിലവ്, മുത്തോലി, രാമപുരം, തലനാട്, തലപ്പലം എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് പാലാ നിയമസഭാ മണ്ഡലം. പാലാ നഗരസഭ, രാമപുരം, കടനാട്, മീനച്ചിൽ, കൊഴുവനാൽ, എലിക്കുളം, തലപ്പലം, മേലുകാവ് എന്നീ പഞ്ചായത്തുകൾ UDF ഭരണത്തിന് കീഴിലാണ്. LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ മുത്തോലി, ഭരണങ്ങാനം, മൂന്നിലവ്, തലനാട്, കരൂർ എന്നിവയാണ്. പാലാ മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് നേടാനായത് 69,804 വോട്ടാണ്. LDF-ന് 54,426 വോട്ടും NDA 10,869 വോട്ടുകളിൽ ഒതുങ്ങി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,846 വോട്ടുകൾക്ക് ഭൂരിപക്ഷം UDF-ന് ഉണ്ടായിരുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് 53,308ഉം LDF-ന് 54,831 വോട്ടും നേടി. 20,123 വോട്ടാണ് NDA-ക്ക് നേടാനായത്. കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്ന് ഉറപ്പുള്ള പാലായിൽ ആര് വാഴുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.